അതല്ല ഇതിന്റെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എങ്ങനെയാണ് എല്ലാവരും സൈലന്റ് ആയിരിക്കും, ഞാൻ അവതരിപ്പിക്കട്ടെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൂ നോസ് മീ ബെറ്റർ എന്നുള്ളതാണ്. എന്നെക്കുറിച്ച് അമ്മയ്ക്കാണോ അഞ്ജുവിനാണോ കൂടുതൽ അറിയാവുന്നതാണ്. എന്നാൽ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്നത് അമ്മയ്ക്കായിരിക്കും. എൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടൊക്കെ അറിയുന്നത് അമ്മയ്ക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും എന്താ പറയുക, പറയുന്ന ഉത്തരങ്ങളിൽ ചിലപ്പോൾ പല ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാം. അത് ക്ലിയർ ചെയ്യുന്നത് ചിലപ്പോൾ അമ്മയായിരിക്കും. അത് തെറ്റാണെങ്കിൽ ഞാനായിരിക്കും പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ചലഞ്ചിലേക്ക് പോവാം. ഇതൊരു കറക്റ്റ് ക്ലാസ് പകുതി ആരും അപ്പൊ നമ്മള് ചോദ്യം ഞാൻ ചോദിക്കും, അതിന് ഉത്തരം അഞ്ചു എഴുതും. അതിനുശേഷം അമ്മ ഉത്തരം പറയും. അമ്മയോട് ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞാൽ മതി. അപ്പൊ പറയും അത് തെറ്റ്, അതിൽ ഏതാണ് ശരി എന്നുള്ളത് അമ്മമ്മ പറയും. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഞാൻ പറയും. ഫൈനൽ റിസൾട്ട് ഞാൻ പറയും. ഇതിൽ മണി ഇവിടെ ഒച്ചുണ്ടാക്കാതെ ഇരുന്നിട്ട് ഇത് കഴിച്ചോണ്ടിരിക്കും. ഇല്ല ഇതിൽ മണി അപ്പോ എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. അഞ്ച് എഴുതിക്കോ. എന്നാ വീട്ടില് എഴുതിയോ? വെള്ളച്ചോറും തേങ്ങ ചമ്മന്തി മോരും. ഇത്രയാണെങ്കിൽ ഒരാള് വലിയ സ്ലൈറ്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇതിൽ പേര് മൊബൈലിൽ എഴുതണം, വലുതാക്കി എഴുതണം. സെയിമാണ് രണ്ടുപേരും പറഞ്ഞ ഉത്തരം. വെള്ളച്ചോറും ചമ്മന്തിയാണ്. രണ്ടുപേരും ഓരോ പോയിന്റ്. പക്ഷേ അമ്മമ്മോട് ചോദിക്കാൻ മറന്നുപോയി ഞാൻ. അടുത്ത അമ്മമ്മ അടുത്ത് ചോദിക്കും. രണ്ടുപേരും ഉത്തരല്ലേ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ. അഞ്ച് എഴുത്. നോണയെന്നല്ല, സാഹചര്യത്തിനനുസരിച്ച് മാറാറൊക്കെ ഉണ്ട്. നിറാണ് കേട്ടോ കളർന്ന് ഉദ്ദേശിച്ചത്. ഇതിലൊക്കെ മനസ്സിലായി അമ്മ എഴുതുന്നത്. ഇനി അമ്മ പറയും ഏത് കളറാ? കറുത്ത പാന്റും ഇതൊന്ന് ഏതെങ്കിലും എടുത്താൽ മതി. അമ്മമ്മ പറയുന്നേ അഞ്ച് എഴുതി കാണിച്ചു കൊടുക്ക്. അല്ല, ഒരു കളർ പറഞ്ഞാൽ മതി. കറുപ്പ്. അമ്മ പറഞ്ഞ കറുപ്പ്. അഞ്ച് എഴുതിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഴുതാണ്ട് ശരിക്കും. അത് ഇത് രണ്ടൊരു ഉത്തരം ശരിയായി കൊടുത്തേ പറ്റുള്ളൂ. കാരണം എനിക്ക് വെള്ള ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവൾക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഴുതിന്. ഓക്കെ, പോട്ടെ. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ്. എനിക്ക് ഇതിൽമണി ഉണ്ടാവുന്നതിന് മുമ്പ്, അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്ത് കുട്ടി ആവണം എന്നായിരുന്നു ആഗ്രഹം? കൂടുതലായിട്ട് എന്ത് കുട്ടി ആവണം എന്നായിരുന്നു ആഗ്രഹം. അപ്പൊ അഞ്ച് എഴുത്. പോയോ? കുറച്ചൊക്കെ എന്തൊക്കെ എഴുതി എഴുതാൻ പറ്റില്ല. ഇതിൽമണി വികൃതിയാക്കുന്നുണ്ടോ? എഴുതിയോ? ഞാൻ പറയും എന്ത് എഴുതിയാണ്? അതെ, പെൺകുട്ടി. അപ്പൊ അത് ശരിയായി. ശരിക്കും തെറ്റിക്കാത്ത ടഫായിട്ട് ചോദിക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര വലിയ ദൈവവിശ്വാസം ഒന്നും ഇല്ല ഈയിടെയായിട്ട്. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദൈവം ആരാന്നുള്ള അഞ്ച് എഴുത്. എന്നാലും എഴുതിക്കോ, ചിലപ്പോ ശരിയായാലോ അമ്മ. എഴുതിയോ? അമ്മ പറയും. കൃഷ്ണനായിരുന്നു. കൃഷ്ണനായിരുന്നല്ലേ? കൃഷ്ണനാണ്.
എനിക്കറിയില്ല. കാരണം ഒരു ഓടക്കുള്ളിൽ വെച്ചിട്ട് 16,008 ഭാര്യമാരെ വരച്ച വരയില് നിർത്തുന്ന അതിന്റെ അതുകൊണ്ട് അതുകൊണ്ട് ഒരു ഭാര്യയില് ശിവനൊന്നും പറ്റില്ല അല്ലേ? പക്ഷെ ശിവന്റെ തലയില് അവൻ കാമുകിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പറയണത്. കൊറേ കിട്ടിയിട്ടില്ലല്ലോ. കൊറേ കിട്ടിയില്ലെങ്കിൽ ഒരു കാമുകി ഉണ്ടെങ്കിലും ഒക്കെ ഒരേപോലെ ഇല്ലേ. ഇനി അടുത്ത ചോദ്യം. എന്തേലൊക്കെ ഓക്കെ, ഞാൻ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണമല്ല ആദ്യം പറഞ്ഞത്. അപ്പൊ ഞാൻ ഇനി പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം 5 എഴുത്. ഇഷ്ടപ്പെടുന്നതല്ലേ കഴിക്കാൻ? അമ്മ പറയും. കുഴിമന്തി. ഞാൻ ഓപ്ഷൻ കൊടുക്കുന്ന ചിലപ്പോ അമ്മയ്ക്ക് അറിയില്ല. 5 പറ. യെസ്, കുഴിമന്തി വിത്ത് അൽഫാം. ഓക്കെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് ദേഷ്യം വന്ന എന്താ ചെയ്യാ? ഒന്ന് നല്ലോണം ഓപ്ഷൻ വേണ്ട. ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം? ദേഷ്യം വന്ന എന്താ ചെയ്യാ? കൂടുതൽ അല്ലേ? ഓപ്ഷൻ ഓപ്ഷൻ വേണ്ട. അമ്മ ചോദ്യം കേട്ടില്ലേ? എനിക്ക് ദേഷ്യം വന്നാല് ഞാൻ എന്താ ചെയ്യല്? അങ്ങനെയല്ല, അതായത് അത് ചെറുപ്പത്തെ കാര്യം ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രകടിപ്പിക്കാതെ, ഉദാഹരണത്തിന് ചിലപ്പോ നല്ല ദേഷ്യപ്പെട്ട് സംസാരിക്കായിരിക്കും, ചിലപ്പോ ഒന്നും മിണ്ടാതിരിക്കായിരിക്കും, ചിലപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവായിരിക്കും, ചിലപ്പോ ഭക്ഷണം കഴിക്കാതിരിക്കായിരിക്കും. എന്തൊക്കെ പറയുന്നത്? ഇനി അമ്മ പറ. 5 എഴുതിയിരുന്നു. എന്താണ് ഞാൻ ദേഷ്യം വന്ന് ചെയ്യാറ്? വീട്ടിൽ തട്ടി പോവാ. ഇപ്പൊ അമ്മമ്മ പറയട്ടെ. അതാ ചെയ്യാറ്. ക്ഷമാപൂർവ്വം അവിടെ ഇരിക്കും. ഞാൻ സൈലൻസ് ഉണ്ടായിരിക്കും. ഞാൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അധികം ദേഷ്യപ്പെടാറുന്നില്ല. കുറച്ചെന്തെങ്കിലും പറഞ്ഞാലും അധികം മിണ്ടാതെ ഇരിക്കായിരിക്കും, പിണങ്ങിയിട്ടായിരിക്കും എന്റെ ദേഷ്യം ഞാൻ പ്രകടിപ്പിക്കാറ്. പിന്നെ അടുത്ത ചോദ്യം സിമ്പിൾ ആൻഡ് പവർഫുൾ ആണ്. എന്റെ ആദ്യത്തെ ലവറിന്റെ പേര്. ഡൗട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, രണ്ടെണ്ണം എഴുതാൻ പറ്റില്ല, ഒരൊറ്റ പേര് എഴുതാൻ പറ്റുള്ളൂ. എങ്ങനെ ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈഫ് കൊള്ളാൻ പറ്റില്ല. എഴുതിയോ? എനിക്കറിയില്ല. എന്റെ ആദ്യത്തെ ലവറിന്റെ പേര്. ലവർ എന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ട കുട്ടിയുടെ പേര്. ഇന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. നിങ്ങൾക്ക് അറിയാൻ എന്റെ ലവറിന്റെ പേര് പറയും. അറിയണ്ടേ? ഞാൻ സ്നേഹിച്ചൊരു പെൺകുട്ടിയുടെ പേര് നിങ്ങൾക്ക് അറിയില്ലേ? എനിക്കറിയില്ല. എല്ലാത്തിനും വന്ന് അമ്മമ്മയ്ക്ക് അറിയണ ഒരു പേര്. എന്റെ എക്സ് ഞാൻ സ്നേഹിച്ച ഒരു പെൺകുട്ടിയുടെ പേര്. ഈ മുണ്ടായിരിക്കും പെൺകുട്ടികളൊക്കെ ഉണ്ടാവുന്നല്ലാതെ നമുക്ക് പേരറിയില്ല അല്ലേ? മഞ്ജുവിനെ അറിയാൻ നോക്കാം. അമ്മ ചരിത്രമാണ് അല്ലേ? എന്റെ ചെരുപ്പിന്റെ സൈസ് എത്രയാണ്? ചെരുപ്പിന്റെ എനിക്കറിയില്ല, എഴുതിക്കോ. അമ്മ പറയും. നിങ്ങളെ ചെരുപ്പിന്റെ അറിയില്ല, എന്റെ അമ്മമ്മ പറയും. 22 അമ്മമ്മ 7 ഇഞ്ച് പറയണത്. ഇപ്പൊ അതൊക്കെ പണ്ടത്തെ കണക്കാവും. അടിയാണ്, അടിയല്ല. ഈ സംശയത്തിന് അമ്മയുടെ ചെരുപ്പിന്റെ കാണിച്ചത് ദൂരം അമ്മമ്മയുടെ 7 ആണ്. അപ്പൊ എന്റെ എത്ര? 5 പറ. 9 ശരിയാണ്.
ആയിക്കോട്ടെ എന്റെ പാന്റിന്റെ സൈസ് ഇതെല്ലാം ഇങ്ങോട്ട് വന്നാ ഇതിൽ മണി ഇതാ ഞാൻ എഴുതി ഈ ഡൗട്ടാണ് പാന്റ് സൈസ്. ഞാൻ 3 ഓപ്ഷൻ തരാം 34 32 36 36. അല്ല അമ്മ പറയട്ടെ. ഇപ്പൊ ചിലപ്പോ കറക്റ്റ് ആയിട്ടുണ്ടാവും 34 ശരിക്കും സൈസ്. 24 ഞാൻ. ഇപ്പൊ കുറച്ച് തടി പറഞ്ഞോണ്ട് ചിലപ്പോ 32 പാകാവുണ്ടാവും. ഇത് ഭക്ഷണത്തെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ. എനിക്ക് പരിപ്പോടെയാണ് ഉള്ളിയോടെയാണ് ഇഷ്ടം. 5 എഴുതിക്കോ. കിട്ടുണ്ടോ കുട്ടിക്ക്? അമ്മ പറയും പരിപ്പുവട. ഇതമണി. ആ അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒന്നുകൂടി പ്രിപ്പയർ ആയിട്ട് കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അത് ഒന്നുകൂടി ബെറ്റർ ആക്കി ശ്രമിക്കുന്നതായിരിക്കും. ഇത് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ ചെയ്തതാണ്. അതിൻ്റെതായ പരിമിതികൾ ഈ വീഡിയോ ഉണ്ടാവും അല്ലെ ഇതിലമണിയെ? അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇങ്ങനെ കഴിഞ്ഞില്ലേ? ഞാൻ പോയി നിർത്തിക്കാം.